ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ NCERT ക്ലാസ് 9 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നത് വാസ്കോഡ ഗാമയും അദ്ദേഹത്തിന്റെ അനുയായികളും നമ്മുടെ കേരളത്തിലേക്ക് വന്ന യാത്രാ വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലുഡ് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേണൽ ഓഫ് ദ ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിന്റെ മലയാള പരിഭാഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോഴ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ തീരദേശത്തിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം വാസ്കോഡ ഗാമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നത് മറ്റു യൂറോപ്യന്മാർക്കും മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാർഗം അവര് നൽകി. അങ്ങനെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോഴ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തില് തീരദേശമുണ്ട്. അപ്പൊ എത്രയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും ലക്ഷദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 7517 കിലോമീറ്റർ ആണ്. ഇനി ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായിട്ടുള്ള തീരദേശ സമതലങ്ങളില് കൂടുതലും ജനങ്ങൾ തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായിട്ടുള്ള തീരസമതലം ഏറെ ജനനിബിഡമാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, പിന്നീട് എന്താണ് മത്സ്യസമ്പത്ത്, ഇതൊക്കെ അവിടെ ആ മേഖലയില് ജനനിബിഡമാകാൻ കാരണമാകുന്നുണ്ട്. സമതല ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മത്സ്യസമ്പത്ത്, ഇതൊക്കെ എന്താണ് ഈ മേഖലയില് ജനനിബിഡമാക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ എത്രയായിട്ട് തരംതിരിക്കുന്നു? രണ്ടായിട്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലമാണ്. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. അപ്പൊ എന്താണ്? എവിടെ മുതൽ എവിടം വരെയാണ്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഇനി ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി എന്ന് പറയുന്നത് 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് ഒരു താഴ്ത്തപ്പെട്ട തീരസമതലമാണ്, അഥവാ സബ്മെർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഈ തീരപ്രദേശത്തിന്റെ വീതി എന്ന് പറയുന്നത് 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് ഒരു താഴ്ത്തപ്പെട്ട തീരസമതലത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും എന്ന് നോക്കാം. തീരപ്രദേശങ്ങളിൽ ഉദ്ധാനം അഥവാ അപ്ലിഫ്റ്റ്മെന്റ് പോലെയുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്താണ്? കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളെയാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ തീരപ്രദേശങ്ങളില് ഉദ്ധാനം, അപ്ലിഫ്റ്റ്മെന്റ് പോലെയുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ, എമർജ്ഡ് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നു. ഇനി എന്താണ് അവതരണം എന്നാണ് പറയാൻ പോകുന്നത്. അവതരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ
സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് എന്താണ്? കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ, സബ്മെർജ്ഡ് കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അവതരണം പോലെയുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്താണ്? തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇപ്പൊ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് എന്താണ്? ഒരു താഴ്ത്തപ്പെട്ട തീരസമതലത്തിന് ഉദാഹരണമാണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോട് അടുത്ത് കാണപ്പെടുന്ന കായലുകൾ. ഇതാ ഈ ഫോട്ടോയാണ് എമർജ്ഡ് കോസ്റ്റിനും സബ്മെർജ്ഡ് കോസ്റ്റിനും ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പം പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് തീരത്തോട് കാണപ്പെടുന്ന കായലുകളാണ്. അപ്പൊ എന്താണ്? അതിന്റെ തീരത്തോട് കാണപ്പെടുന്ന കായലുകളാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. പടിഞ്ഞാറൻ തീരസമതലത്തെ എത്ര ഭാഗങ്ങളാക്കി തരംതിരിക്കാം? 3 ഭാഗങ്ങൾ. ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തയായിട്ട് നമ്മൾ ഗുജറാത്ത് തീരം, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. ഒന്നാമതായിട്ട് പറയുന്നത് ഗുജറാത്ത് തീരമാണ്. അപ്പം ഇത് എവിടം മുതൽ എവിടം വരെയാണ്? റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ, ദിയു, ദാദ്ര, നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. അപ്പൊ എവിടെ മുതലാണ്? റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ, ദിയു, ദാദ്ര, നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. പിന്നീട് സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഈ സമതല ഭാഗം രൂപപ്പെട്ടത്. ഏതൊക്കെ നദികളുടെയാണ്? സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഗുജറാത്ത് തീരസമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. അപ്പം ഗുജറാത്ത് തീരസമതലത്തിന്റെ പ്രധാന സവിശേഷതകളായിട്ട് പറയുന്നത് എന്താണ്? അവിടെ ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളുണ്ട്, ഉപദ്വീപുകളുണ്ട്, കടലിടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശവും ദാമൻ, ദിയു, ദാദ്ര, നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന തീരസമതല അറിയപ്പെടുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നു. ഇനി ഏതൊക്കെ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാല് അത് സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായിട്ടാണ് ഇത് രൂപം കൊണ്ടത്. ഇനി ഇവിടുത്തെ സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവയാണ് ഗുജറാത്ത് തീരസമതലത്തിന്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രത്യേകതയാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം. പിന്നീട് പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായിട്ടുള്ള ഉപ്പുപാടങ്ങളും എല്ലാം ഗുജറാത്ത് തീരസമതലത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. അപ്പൊ എന്താണ്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് അലാങ് കടൽ തീരമാണ്. അവിടെ എന്താണ്? കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ്. അലാങ് എന്ന് പറയുന്നത് കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ്. അപ്പൊ എന്താണ്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം കാണപ്പെടുന്നു. പിന്നീട് പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായിട്ടുള്ള സൂററ്റ്, വഡോദര ഇതൊക്കെ ഗുജറാത്ത് തീരസമതലത്തിലാണ്. പിന്നീട് അവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബർ ആണ് വെരാവൽ എന്ന് പറയുന്നത്. ഗുജറാത്ത് തീരസമതലത്തിലെ പ്രധാന ഹാർബർ ആണ് വെരാവൽ എന്ന് പറയുന്നത്. പിന്നീട് ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രസിദ്ധമായ നമ്മുടെ ദണ്ഡി കടപ്പുറം, അങ്ങനെ നിരവധി ഉപ്പുപാടങ്ങളും എല്ലാം ചേർന്നതാണ് ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് റാൻ ഓഫ് കച്ച് ആണ്.
ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ പ്രധാന ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ എന്താണ്? മരുഭൂമി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഗുജറാത്തി ഭാഷയില് റാൻ എന്നാൽ എന്താണ്? അത് മരുഭൂമി എന്നാണ് അർത്ഥമാക്കുന്നത്. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായിട്ട് രൂപം കൊള്ളുന്ന ഇവ എന്താണ്? മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ട് മാറുന്നു. മഴക്കാലത്ത് വെള്ളക്കെട്ടുകളായി രൂപം കൊള്ളുന്ന ഇവിടങ്ങൾ എന്താണ്? മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ട് മാറുന്നു. പിന്നീട് വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. അപ്പൊ ഒരു ലവണ മരുഭൂമിക്ക് ഉദാഹരണമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഇനി ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ ആണ് റാൻ ഓഫ് കച്ചിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഇനി ഇതിന് റാൻ ഓഫ് കച്ചിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ അതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി ഇവിടുത്തെ പ്രധാന ഒരു ആഘോഷമാണ് ഏതെന്ന് പറയുന്നത്? റാൻ ഉത്സവം എന്ന് പറയുന്നത്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായിട്ടുള്ള കച്ചിലെ ഒരു പ്രധാന ചതുപ്പ് നിലമാണ് ഏതെന്ന് പറയുന്നത്? റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അത് മരുഭൂമി എന്നാണ്. ഇനി മഴക്കാലങ്ങളിൽ ഇവിടങ്ങളിൽ എന്താണ്? വെള്ളക്കെട്ടുകളായിട്ട് രൂപം കൊള്ളുന്ന ഇവ മഴ മാറുമ്പോൾ എന്താണ്? ഒരു വരണ്ട ലവണ മരുഭൂമി പ്രദേശമായിട്ട് മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഏകദേശം ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഗ്രേറ്റർ റാനും ലിറ്റിൽ റാനും. അങ്ങനെ ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഗുജറാത്ത് തീരസമുദ്രത്തെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കൊങ്കൺ തീരമാണ്. കൊങ്കൺ തീരത്തെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് എവിടം മുതൽ എവിടം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? കൊങ്കൺ തീരം വ്യാപിച്ചു കിടക്കുന്നത് ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് ഏതെന്ന് പറയുന്നത്? കൊങ്കൺ തീരസമതലം എന്ന് പറയുന്നത്. ഇവിടെ മുതലാണ് ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചു കിടക്കുന്ന തീരസമതലത്തെ അറിയപ്പെടുന്ന പേരാണ് കൊങ്കൺ തീരസമതലം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിന്റെ ഏകദേശ നീളം എന്ന് പറയുന്നത് 500 കിലോമീറ്റർ ആണ്. കൊങ്കൺ തീരത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? അത് 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇടുങ്ങിയ പ്രദേശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. ഇപ്പൊ കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗത്ത് എന്താണ്? മണൽ നിറഞ്ഞ തീരങ്ങളാണ്. തെക്ക് ഭാഗത്ത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. പിന്നീട് ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. എന്തൊക്കെയാണ്? ക്ലിഫുകൾ കാണപ്പെടുന്നു, ദ്വീപുകള്, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നു. ഇനി ഇന്ത്യയിലെ തന്നെ പ്രധാന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗോവ എന്ന് പറയുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഗോവയില് ധാരാളം ബീച്ചുകളുണ്ട്. ഇനി ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ് കൊങ്കൺ തീരസമതലത്തിലുള്ളത്. അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അത് ആർദ്ര കാലാവസ്ഥയാണ്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ് കൊങ്കൺ തീരസമതലത്തിന് പ്രധാന സവിശേഷതയാണ്. അപ്പൊ അവിടെ ജൈവ വൈവിധ്യത്തിന് അവിടെ സമ്പന്നമാക്കുന്നുണ്ട്. അപ്പൊ ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അത് കൊങ്കൺ തീരമാണ്. ഏകദേശം എത്ര കിലോമീറ്റർ നീളമാണ്? 500 കിലോമീറ്റർ നീളമാണ് കൊങ്കൺ തീരസമതലത്തിനുള്ളത്. ഇനി ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാല്
പശ്ചിമഘട്ട മലനിരകള് ഈ തീരത്തിന് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടുത്തെ തീരസമതലം എന്താണ്? ഇടുങ്ങിയതായിട്ട് കാണപ്പെടുന്നു. ഇനി കൊങ്കൺ തീരസമതലത്തിന് വടക്ക് ഭാഗത്ത് മണൽ നിറഞ്ഞ തീരങ്ങളും സാൻഡി കോസ്റ്റും, തെക്ക് ഭാഗത്ത് എന്താണ്? പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്, അതായത് റോക്കി കോസ്റ്റുമാണ്. പിന്നീട് ക്ലിഫുകൾ, ഇവിടുത്തെ പ്രധാന ഭൂരൂപങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ എന്താണ്? ധാരാളം ബീച്ചുകളും ഉണ്ട്. പിന്നീട് ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥയാണ് കൊങ്കൺ തീരത്തിൽ ഉള്ളത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രകൃതിദത്ത തുറമുഖങ്ങളാണ് ഏതൊക്കെയാണ്? കൊങ്കൺ തീരത്തെ പ്രധാന പ്രകൃതിദത്ത തുറമുഖങ്ങളാണ് നവശേവ അഥവാ നവി മുംബൈ, മർമഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങൾ എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് കൊങ്കൺ തീരത്തിലാണ്. നവശേവ അഥവാ നവി മുംബൈ, മർമഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളും പിന്നീട് എന്താണ്? ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബർ എന്ന് പറയുന്നത് മാൽപേ എന്ന മത്സ്യബന്ധന ഹാർബറുകളും പിന്നീട് കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന തുറമുഖങ്ങളാണ് നവശേവ അഥവാ നവി മുംബൈ, മർമഗോവ. ഇനി ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന തുറമുഖമാണ് എന്ന് പറയുന്നത് അത് മാൽപ്പയാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകളെ കുറിച്ചാണ്. ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപ്പെ തീരത്ത് നിന്നും മാറി കടലിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. ഇപ്പൊ കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപ്പെ തീരത്ത് നിന്നും മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് എന്ന് പറയുന്നത് സെന്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദ്വീപ് നിറയെ ഷഡ്ഭുജ ഹെക്സാഗൺ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇവിടെ എന്താണ്? ഷഡ്ഭുജ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ടവയാണ് ഏതെന്ന് പറയുന്നത്? ഈ സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ എന്ന് പറയുന്നത്. അപ്പം കൊലുംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശില മാതൃകയാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മലബാർ തീരത്തെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. മലബാർ തീരം എന്ന് പറയുന്നത് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം എത്ര കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് 580 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. ഇനി കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടിയ തീരസമതലമാണ് ഏതിനെന്ന് പറയുന്നത്? മലബാർ തീരത്തിന്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടിയ തീരസമതലമാണ് മലബാർ തീരത്തിന്. ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങിയ നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങിയ നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ മറ്റൊരു സവിശേഷതകളാണ് എന്തെന്ന് പറയുന്നത്? കായലുകൾക്ക് പ്രസിദ്ധമാണ് മലബാർ തീരം എന്ന് പറയുന്നത്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നുണ്ട്. കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് എന്താണ്? ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നീട് NW3 ആയിട്ടുള്ള കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണെന്ന് പറയുന്നുണ്ട്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? NW3 എന്ന് പറയുന്നത്. അപ്പം NW3 മലബാർ തീരസമതലത്തിലാണ് ഉൾപ്പെടുന്നത്. ഇനി വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്ന് കാണപ്പെടുന്നു. ഇവിടെ എന്താണ്? ക്ലിഫ് പോലെയുള്ള ഭൂരൂപങ്ങളും കാണപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകതകളാണ് വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ എന്താണ്? തീരങ്ങൾ ഉയർന്നാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ക്ലിഫ് പോലെയുള്ള ഭൂരൂപങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം സഞ്ചാരികളെ
ആകർഷിക്കുന്നുണ്ട്. അപ്പൊ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ബീച്ചുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. പിന്നീട് പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രമാണ്. അപ്പോൾ ഇവിടുത്തെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രധാനപ്പെട്ട പ്രജനന കേന്ദ്രം കൂടിയാണ്. ഏതൊക്കെയാണ് ദേശാടന പക്ഷികൾക്ക് പ്രാധാന്യമുള്ളത്? കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ എന്താണ്? ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. പിന്നീട് നാഞ്ചിനാടും കുട്ടനാടും കോൾ നിലയങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. അപ്പൊ ഈ തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനത്തെ മുഖ്യമായിട്ടും ഏതാണ്? നാഞ്ചിനാട്, കുട്ടനാട്, കോൾ നിലയങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും ഇവിടുത്തെ തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനത്തെ മുഖ്യമായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് കിഴക്കൻ തീരസമതലത്തെ കുറിച്ചാണ്. കിഴക്കൻ തീരസമതലത്തെ കുറിച്ചാണ്. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലങ്ങളാണ് ഏതെന്ന് പറയുന്നത്? കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഇത് മുമ്പ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മഹാനദി ഡെൽറ്റ പ്രദേശം മുതല് കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നു. പിന്നീട് എന്താണ്? മഹാനദി ഡെൽറ്റ പ്രദേശം മുതല് കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം എന്താണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ്. ഇനി ഇതൊരു ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ്. കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് ഒരു ഉയർത്തപ്പെട്ട എമർജ്ഡ് കോസ്റ്റിന് ഉദാഹരണമാണ്. ഇനി മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം എന്ന് പറയുന്നത്. ഏതൊക്കെ തീരസമതലം ഉൾപ്പെട്ടതാണ്? മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത്. ഇനി ഈ കിഴക്കൻ തീരസമതലത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? വടക്കൻ സിർക്കാസും കോറമാൻഡൽ തീരവും. വടക്കൻ സിർക്കാസ് തീരവും കോറമാൻഡൽ തീരവും ഏത് തീരസമതലത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമാണ്. അപ്പം വടക്കൻ സിർക്കാസ് തീരമാണ് നോക്കാൻ പോകുന്നത്. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാസ് തീരം എന്ന് പറയുന്നത്. എവിടെ മുതൽ എവിടെ വരെയാണ്? മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലത്തെ അറിയപ്പെടുന്ന പേരാണ് വടക്കൻ സിർക്കാസ് തീരം എന്ന് അറിയപ്പെടുന്നത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതിന്റെയൊക്കെയാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം വടക്കൻ സിർക്കാസ് തീരത്തിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഉത്കൽ സമതലം എന്നറിയപ്പെടുന്നു. ഒഡീഷയിൽ അറിയപ്പെടുന്ന പേരാണ് വടക്കൻ സിർക്കാസ് തീരത്തെ അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മുഖ്യമായിട്ടും എന്താണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് വടക്കൻ സിർക്കാർ തീരം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? വടക്കൻ സിർക്കാസ് തീരം എന്ന് പറയുന്നത്. ഇനി മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? അത് ചിൽക്കയാണ്. മഹാനദി ഡെൽറ്റയ്ക്ക്
തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ ചിൽക്ക തടാകം. പിന്നീട് ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം എന്ന് പറയുന്നത്. പിന്നീട് ആന്ധ്രയിലെ കൊല്ലേരു തടാകവും കിഴക്കൻ തീരത്തെ പ്രധാനപ്പെട്ട ഒരു തടാകമാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. എന്താണ് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് എന്താണ് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ വളരെ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? അത് വിശാഖപട്ടണവും മസൂലിപട്ടണവും ആണ്. ഇനി ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് നിലകൊള്ളുന്നു. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് കോറമാൻഡൽ തീരമാണ്. കോറമാൻഡൽ തീരം അപ്പൊ ഇത് വ്യാപിച്ചിരിക്കുന്ന എവിടെ മുതൽ എവിടം വരെയാണെന്ന് വെച്ചാൽ കൃഷ്ണാ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് ഏതെന്ന് പറയുന്നത് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. കൃഷ്ണാ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലത്തെ അറിയപ്പെടുന്ന പേരാണ് കോറമാൻഡൽ തീരം എന്ന് പറയുന്നത്. കാവേരി നദി ഡെൽറ്റയും ഈ തീരപ്രദേശത്തിന്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കുന്നു. കാവേരി നദി ഡെൽറ്റ കോറമാൻഡൽ തീരസമതലത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരത്തെ നെൽകൃഷിക്ക് അനുയോജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പം ഇവിടുത്തെ ഡെൽറ്റ എക്കൽ മണ്ണ് എന്താണ്? നെൽകൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഇനി കോറമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് ഏതെന്ന് പറയുന്നത് പുലിക്കട്ട് തടാകം. കോറമാൻഡൽ തീരത്തെ പ്രധാന തടാകമാണ് ഏതെന്ന് പറയുന്നത് പുലിക്കാട്ട് തടാകം. ഇനി ഇവിടെയാണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായിട്ടുള്ള ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിനരികെയാണെന്ന് ചോദിച്ചാൽ അത് പുലിക്കാട്ട് തടാകത്തിനരികെയാണ്. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്ന പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവാരം കണ്ടൽക്കാടുകൾ തുടങ്ങിയവയ്ക്ക് എന്താണ് ഈ കോറമാൻഡൽ തീരത്തിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അപ്പൊ പ്രധാനമായിട്ട് ഇവിടെ എന്തൊക്കെയാണ്? റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പുലിക്കാട്ട് തടാകത്തിനരികെയാണ്. പിന്നീട് പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ പ്രധാന കണ്ടൽക്കാടുകളാണ് ഏതെന്ന് പറയുന്നത് പിച്ചാവാരം കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കോറമാൻഡൽ തീരത്തിലാണ്. ഇനി ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് ഏതെന്ന് പറയുന്നത് നാഗപട്ടണം, കടലൂർ എന്നിവ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകൾ. കോറമാൻഡൽ തീരത്തിലെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടലൂർ എന്നിവ. പിന്നീട് ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് കണക്കാക്കപ്പെടുന്നു. മറീന ബീച്ച്, ചെന്നൈ തീരത്തെ മറീന ബീച്ച് എന്താണ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ്വീപുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം തീരത്തോട് കാണപ്പെടുന്ന ചെറു ദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ട്. ഏതൊക്കെയാണ് 2 ദ്വീപ സമൂഹങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. 2 ദ്വീപ സമൂഹങ്ങളാണ്. ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്ന കടൽ ചോദിച്ചാൽ അത് അറബിക്കടലിലും പിന്നെ ആൻഡമാൻ നിക്കോബാർ അത് ബംഗാൾ ഉൾക്കടലിലും സ്ഥിതി ചെയ്യുന്നു. ഇനി ലക്ഷദ്വീപിനെ കുറിച്ചും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കേരള തീരത്ത് നിന്നും ഏകദേശം ലക്ഷദ്വീപിനെ പറ്റിയാണ് പറയുന്നത്. കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. അപ്പൊ കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഇത് പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്
ലക്ഷദ്വീപുകൾ എന്ന് പറയുന്നത്. കേരള തീരത്ത് നിന്ന് ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് എന്താണ്? പവിഴപ്പുറ്റുകളാൽ രൂപം കൊണ്ടവയാണ്. ഇനി ഈ ദ്വീപുകൾ പൊതുവെ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. ഇനി ഇവിടെ 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപസമൂഹം, 36 ദ്വീപുകൾ മാത്രം ഉൾപ്പെടുന്ന ഈ ദ്വീപസമൂഹത്തിൽ എന്താണ്? 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസയോഗ്യമുള്ളൂ. അപ്പൊ 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ലക്ഷദ്വീപില് 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസ യോഗ്യമുള്ളൂ. ഇനി കേന്ദ്ര ഭരണ പ്രദേശമാണ്. നമുക്കറിയാം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. ഇതിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് കവരത്തി ദ്വീപാണ്. അപ്പൊ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് കവരത്തി ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഏറ്റവും വലുത്. ഇവിടുത്തെ ദ്വീപുകളിൽ ഏറ്റവും വലുത്. നമുക്കറിയാം 10 അടുത്താണ്, 36 ദ്വീപുകൾ ഉണ്ടെന്ന് അറിയാം. അവിടെ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസയോഗ്യമുള്ളൂ. പിന്നീട് എന്താണ്? ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ഏതാണ്? അത് ആന്ത്രോത്ത് ദ്വീപാണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത്. ഇനി പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രധാന സവിശേഷതകൾ എന്താണ്? പവിഴജന്യ മണലുകളും ബീച്ചുകളും, പിന്നീട് എന്താണ്? ലഗൂണുകൾ കാണപ്പെടുന്നു. ഇതൊക്കെയാണ് ലക്ഷദ്വീപിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് എന്താണ്? ലക്ഷദ്വീപിലെ അവിടുത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യം എന്ന് പറയുന്നത് ചൂരയാണ്. അപ്പൊ ലക്ഷദ്വീപിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന മത്സ്യം എന്താണ്? അത് ചൂരയാണ്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മത്സ്യമൊക്കെ സംസ്കരിച്ച് എന്താണ്? വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാകുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. ഈ ചൂര മത്സ്യം ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്ന മാസ് എന്ന് പറയുന്നത് ഏറെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇനി പ്രധാന കാർഷിക വിള, ഈ ലക്ഷദ്വീപിലെ പ്രധാന കാർഷിക വിള എന്ന് പറയുന്നത് അത് തെങ്ങാണ്. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ കയർ നിർമ്മാണമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ എന്ന് പറയപ്പെടുന്നത്. പിന്നീട് ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ പ്രധാന ആധുനിക തൊഴിൽ മേഖലയാണ്. അപ്പൊ ഇവിടെ ലഗൂണുകൾ കാണപ്പെടുന്നു, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തി എന്താണ്? ഇവിടെ വിനോദസഞ്ചാരം ഒരു പ്രധാനപ്പെട്ട ഒരു ആധുനിക തൊഴിൽ മേഖല കൂടിയാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് സ്കൂബ ഡൈവിംഗ് പോലെയുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന തൊഴിൽ സാധ്യതയായിട്ട് പറയുന്നുണ്ട്. ഇനി എന്താണ് ലഗൂണുകൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. അപ്പൊ കടൽ തീരങ്ങളിൽ എന്താണ്? കടൽ തീരങ്ങളില് മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്ന് പറയുന്നത് ലഗൂണുകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പവിഴപ്പുറ്റുകളാണ്. എന്താണ് പവിഴപ്പുറ്റുകൾ എന്ന് നോക്കാം. അപ്പൊ ഈ പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്ര ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറൽ പോളിപ്പുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ കോറലുകളുടെ സ്രവമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. എന്താണ്? ഈ കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നത്. അപ്പം ഇത് രൂപപ്പെടാൻ 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. ഈ പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. കടൽ നിരപ്പിന് മുകളിൽ പരന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴ ദ്വീപുകൾ ഉണ്ടാകുന്നത്. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴ ദ്വീപുകൾ ഉണ്ടാകുന്നത്. ഇനി പല വർണ്ണങ്ങളില് നമുക്ക് ഈ പവിഴപ്പുറ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ പ്രധാന നേട്ടം എന്ന് പറയുന്നത് എന്താണ്? വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്ര ജീവികളുടെയും ആവാസ
കേന്ദ്രം കൂടിയാണ് ഏതെന്ന് പറയുന്നത് പവിഴപ്പുറ്റുകൾ. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഇവ വളരുന്നത്. എവിടെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഈ പവിഴപ്പുറ്റുകൾ വളരുന്നത്. ഇന്ത്യയിലെ ലക്ഷദ്വീപിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പവിഴപ്പുറ്റുകൾ ലക്ഷദ്വീപിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. എന്നാലും ബാക്കിയുള്ള ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളും ഇത് പവിഴപ്പുറ്റുകൾ പൊതുവെ കാണപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ലക്ഷദ്വീപിനെ കൂടാതെ എവിടേക്കാണ്? ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ പവിഴപ്പുറ്റുകൾ പൊതുവെ കാണപ്പെടാറുണ്ട്. ഇനി അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നമുക്കറിയാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഏത് കടലിലാണ് കാണപ്പെടുന്നത്? അത് ബംഗാൾ ഉൾക്കടലിലാണ് കാണപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ കാണപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് ഒരു അഗ്നിപർവ്വതജന്യ ദ്വീപിന് ഉദാഹരണമാണ്. ഇനി ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനലാണ്. അപ്പൊ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന കടൽ ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ഏതെന്ന് പറയുന്നത്? അത് ബാരൻ ദ്വീപാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണെന്ന് വെച്ചാൽ അത് ബാരൻ ദ്വീപാണ്. ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ ബാരൻ ദ്വീപ് ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഉൾപ്പെടുന്നത്. ഏകദേശം 572 ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകൾ ഉള്ളതില് 38 ദ്വീപുകളിലാണ് ജനവാസയോഗ്യമുള്ളത്. അപ്പം ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപില് ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുണ്ട്. അതില് 38 ദ്വീപുകളിലാണ് ജനവാസം ഉള്ളത്. ഇനി മിക്ക ദ്വീപുകളിലും തദ്ദേശീയ ഗോത്രജനത വിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയരായ ഗോത്ര ജന വിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. ഈ ആൻഡമാൻ നിക്കോബാർ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അത് പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഉള്ളത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി 2004 ഉണ്ടായ സുനാമിയിൽ എന്താണ്? ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ പോയതായിട്ട് പറയപ്പെടുന്നു. പിന്നീട് പറയുന്നത് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ, ആൻഡമാൻ നിക്കോബാറിലെ പ്രധാന സവിശേഷതകൾ പറയുന്നത് മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിപ്പുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന സവിശേഷതയായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിപ്പുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ എന്താണ്? ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ്. ഈ മേഖലയില് ഉയർന്ന തോതിലാണ് മഴ ലഭിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളില് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ധാരാളമായിട്ട് വളരുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കൂടുതലായും കാണപ്പെടുന്ന വനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിത്യഹരിത വനങ്ങളാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ധാരാളമായിട്ട് വളരുന്നത്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. പിന്നീട് പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പ് കൽ ഗുഹകളും എല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. എന്തൊക്കെ കാണപ്പെടുന്നു? പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളും എല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്താണ്? ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. അടുത്തയായിട്ട് നോക്കാൻ പോകുന്നത് തീരഭൂരൂപങ്ങളാണ്. തീരഭൂരൂപങ്ങൾ. അപ്പം ഓരോ ഭൂപ്രദേശത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് ഭൂരൂപ സഹായികൾ എന്ന് പറയാം. കാറ്റ്,
ഹിമാനി, നദികൾ എന്നിങ്ങനെയുള്ള വിവിധ ഭൂരൂപീകരണ സഹായികൾ രൂപപ്പെടുത്തുന്ന ഭൂരൂപങ്ങളാണ് കാറ്റ്, ഹിമാനി, നദികൾ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ഭൂരൂപീകരണ സഹായികൾ ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണ്, അങ്ങനെ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശീലകള് അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്, സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാലയടിക്കുമ്പോൾ എന്താണ്, തീരശീലകള് അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗമാണ് ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഇത് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായിട്ട് തിരമാലയടിക്കുമ്പോൾ എന്താണ്, തീരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്ന പേരാണ് ക്ലിഫുകൾ എന്നറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് തീരശീലകളിൽ ചെറു ദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ വലുതായി സമുദ്ര ഗുഹകളായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ട് തീരശീലകളില് ചെറു ദ്വാരങ്ങൾ രൂപപ്പെട്ട് ഇവ കാലക്രമേണ എന്താണ്, വലുതായിട്ട് സമുദ്ര ഗുഹകളായിട്ട് രൂപം കൊള്ളുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്ന് സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലകളുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നുണ്ട്. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് എന്താണ്, തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപം അങ്ങനെ ഇത് കാലക്രമേണ എന്താണ്, നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരു ഗുഹകളും കൂടിച്ചേർന്ന് കമാന ആകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. ഇനി എന്താണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് നോക്കാം. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്ന് വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാകുന്നു. ഇവയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്നറിയപ്പെടുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്ന് വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാകുന്നു. ഇവ അറിയപ്പെടുന്ന പേരാണ് സമുദ്ര സ്തംഭങ്ങൾ. തിരമാലയുടെ പ്രവർത്തന ഫലമായാണ് വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും തീരപ്രദേശത്ത് രൂപപ്പെടാറുള്ളത്. അപ്പൊ തിരമാലയുടെ പ്രവർത്തന ഫലമായിട്ടാണ് വിവിധ തരത്തിലുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ തീരപ്രദേശത്ത് രൂപപ്പെടാറുള്ളത്. അപ്പം അവ എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പറയുന്നത് ബീച്ചുകളാണ്. എന്താണ് ബീച്ചുകൾ എന്നത് നോക്കാം. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപണത്തെ അറിയപ്പെടുന്ന പേരാണ് ബീച്ചുകൾ. എന്താണ്, വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപണം ആണ് ഏതെന്ന് പറയുന്നത് ബീച്ചുകൾ എന്നറിയപ്പെടുന്നത്. വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾക്കിടയിലുള്ള പ്രദേശത്ത് തിരമാലയുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ബീച്ചുകൾ രൂപപ്പെടുന്നത്. എന്താണ്, വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾക്കിടയിലുള്ള പ്രദേശത്ത് തിരമാലയുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ബീച്ചുകൾ രൂപപ്പെടുന്നത്. എന്താണ് പൊഴികൾ എന്ന് നോക്കാം. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളെ അറിയപ്പെടുന്ന പേരാണ് പൊഴികൾ. ഇതാണ് കടൽ തീരത്തിനടുത്ത് സമാന്തരമായി തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ എന്നറിയപ്പെടുന്നത്. കരയിൽ നിന്ന്
കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളെ അറിയപ്പെടുന്ന പേരാണ് മണൽ നാക്കുകൾ അഥവാ സ്പിറ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ്? കരയിൽ നിന്ന് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് മണൽ നാക്കുകൾ അഥവാ സ്പിറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. തീരപ്രദേശത്തെ കാലാവസ്ഥയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ തീരദേശം ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നെങ്കിലും അപ്പൊ ഇവിടെ എന്താണ്? മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? സമുദ്ര സാമീപ്യം കൊണ്ടാണ് ഇവിടെ അതിയായിട്ടുള്ള അതിശൈത്യം അനുഭവപ്പെടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്. പിന്നീട് ഈ കരയും കടലും വ്യത്യസ്തമായിട്ടാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര എന്താണ്? പെട്ടെന്ന് ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടൽ സാവധാനത്തിലെ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യാറുള്ളൂ. അപ്പൊ കര എന്താണ്? പെട്ടെന്ന് ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. എന്നാൽ കടൽ സാവധാനത്തിലെ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുകയുള്ളൂ. ഇത് എന്ത് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു? കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കടൽക്കാറ്റുകളും കരക്കാറ്റുകളും തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് കടൽക്കാറ്റും കരക്കാറ്റും എന്ന് നോക്കാം. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുകയും ഇതുമൂലം എന്താണ്? കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം എന്താണ്? കടലില് താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതുകൊണ്ട് ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ്? ഒന്നുകൂടെ പറയാം. തീരപ്രദേശങ്ങളില് പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം എന്താണ്? കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയർന്ന് ന്യൂനമർദ്ദം രൂപപ്പെടുകയും എന്നാൽ ഈ സമയം എന്താണ്? കടലില് താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്ന് ന്യൂനമർദ്ദ പ്രദേശമായിട്ടുള്ള കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. കടൽക്കാറ്റ്. ഇനി എന്താണ് കരക്കാറ്റ് എന്നാണ് പറയാൻ പോകുന്നത്. രാത്രി കാലങ്ങളില് കരപ്രദേശത്ത് ചൂട് എന്താണ്? താരതമ്യേന വേഗത്തിൽ കുറയുന്നു. ഇതിന് കാരണം എന്താണെന്ന് പറയുമ്പോൾ അവിടെ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. എന്നാല് കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാൽ ന്യൂനമർദ്ദമായിരിക്കും അവിടെ അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ കരപ്രദേശത്ത് ഇതാണ് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കൊണ്ട് അവിടെ എന്താണ്? ഉച്ചമർദ്ദം രൂപപ്പെടുന്നുണ്ട്. എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായതിനാല് ന്യൂനമർദ്ദമായിരിക്കും അവിടെ അനുഭവപ്പെടാറ്. അങ്ങനെ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതറിയപ്പെടുന്ന പേരാണ് കരക്കാറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പം ഈ തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മൺസൂൺ കാറ്റുകളാണ്. മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. നമുക്കറിയാം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മഴ നൽകുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നത്. ഈ മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അപ്പം ഈ മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് എവിടെയാണ്? ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരയിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉയർന്ന തോതില് മഴ നൽകുന്നുണ്ട്. അപ്പൊ എന്താണ്? അറബിക്കടലിലൂടെ എത്തുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീരസമതലത്തിൽ എന്താണ്? ഉയർന്ന തോതില് മഴ നൽകുന്നുണ്ട്. പിന്നീട് പറയുന്നത് കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഏത് മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും. ഇതിനെ എന്തെന്നാണ് പറയുന്നത്? മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നു ഇതിനെ. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? തുലാവർഷം എന്നാണ് പറയുന്നത്. അപ്പൊ കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും. ഇതിനെ എന്താണ് അറിയപ്പെടുന്നത്? മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിൽ
മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെ എന്തെന്ന് പറയാം? തുലാവർഷം എന്ന് വിളിക്കാൻ സാധിക്കും. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്തും മഴ ലഭിക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. ഇത്രയാണ് അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് പറയുന്നത്. ഇനി തീരദേശങ്ങളിലെ മണ്ണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടാറുള്ളത്. അപ്പൊ ഇവിടെ കാണപ്പെടുന്ന മണ്ണ് എങ്ങനെയാണ്? നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടാറ്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പും നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീച്ച് മണ്ണും പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കാണപ്പെടുന്നു. ഇവിടെ കാണപ്പെടുന്ന മണ്ണുകളാണ് മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീച്ച് മണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നു. ഇനി കിഴക്കൻ തീരങ്ങളിൽ കൂടുതലായും കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. കിഴക്കൻ തീരങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണെന്ന് പറയുന്നത്. ചിലയിടങ്ങളില് മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടാറുണ്ട്. ഈ കിഴക്കൻ തീരങ്ങളിൽ ചിലയിടങ്ങളിൽ എന്താണ്? മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണ് കറുത്ത മണ്ണും കാണപ്പെടാറുണ്ട്. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് തീരം, അവിടെ കാണപ്പെടുന്ന മണ്ണിനവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ഗുജറാത്ത് തീരപ്രദേശമാണ്. ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. ഇതൊക്കെയാണ് കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. ഇതൊക്കെ ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ്. രണ്ടാമതായിട്ട് പറയുന്നത് കൊങ്കൺ തീരപ്രദേശം. കൊങ്കൺ തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. കറുത്ത മണ്ണും ലാറ്ററൈറ്റ് മണ്ണും ഏത് തീരപ്രദേശത്താണ്? അത് കൊങ്കൺ തീരപ്രദേശത്ത് കാണപ്പെടുന്നു. ഇനി അടുത്തായിട്ട് പറയുന്നത് മലബാർ തീരപ്രദേശമാണ്. അവിടെ കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണും പീറ്റ് മണ്ണും. എക്കൽ മണ്ണും പീറ്റ് മണ്ണും മലബാർ തീരപ്രദേശത്ത് കാണപ്പെടുന്നു. ഇനി അടുത്തായിട്ട് പറയുന്നത് കിഴക്കൻ തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണും. തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണും കിഴക്കൻ തീരപ്രദേശത്ത് കാണപ്പെടുന്നു. ഇനി ലക്ഷദ്വീപിൽ കാണപ്പെടുന്ന മണ്ണാണ് പവിഴ മണൽ മണ്ണ്. പവിഴ മണൽ മണ്ണ് ലക്ഷദ്വീപിൽ കാണപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപില് കാണപ്പെടുന്ന മണ്ണിനുമാണ് സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും. സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും. അപ്പൊ ഗുജറാത്ത് തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനുമാണ് കറുത്ത മണ്ണും തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ്. കൊങ്കൺ തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്. മലബാർ തീരപ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണും പീറ്റ് മണ്ണും. പിന്നീട് കിഴക്കൻ തീരപ്രദേശത്ത് കാണപ്പെടുന്നതാണ് തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ എക്കൽ മണ്ണും. ലക്ഷദ്വീപ് തീരത്ത് കാണപ്പെടുന്ന മണ്ണിനുമാണ് പവിഴ മണൽ മണ്ണ്. അടുത്തതായിട്ട് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ, അവിടെ കാണപ്പെടുന്ന മണ്ണിനുമാണ് സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണും. അടുത്തതായിട്ട് തീരപ്രദേശത്ത് കാണപ്പെടുന്ന സസ്യജാലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമായിട്ടാണ് അനുഭവപ്പെടാറുണ്ട്. അതിനാൽ എന്താണ്? സസ്യജാലങ്ങളിലും ഏറെ സമാനതകൾ കാണാവുന്നതാണ്. ഇപ്പൊ തീരദേശത്തെ സസ്യജാലങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇനി ഈ വരണ്ട തീരദേശ സസ്യങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. തീര മണൽ പരപ്പുകളിലെ സസ്യങ്ങളെന്നും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. തീര മണൽ പരപ്പുകളിലെ സസ്യങ്ങളെന്നും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ആർദ്ര തീരദേശ സസ്യങ്ങളെ അഞ്ചായിട്ട് തരംതിരിക്കാം. കണ്ടൽക്കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ. അപ്പൊ ഒന്നുകൂടെ പറയാം, തീരദേശ സസ്യങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വരണ്ട തീരദേശ സസ്യങ്ങളെന്നും ആർദ്ര തീരദേശ സസ്യങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. വരണ്ട തീരദേശ സസ്യങ്ങളെ വീണ്ടും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങളെന്നും തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളെന്നും. ഈ ആർദ്ര തീരദേശ സസ്യങ്ങളെ നമുക്ക് അഞ്ചായിട്ട് തരംതിരിക്കാം. കണ്ടൽക്കാടുകൾ, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങൾ എന്നിങ്ങനെ അഞ്ചായിട്ടും തരംതിരിക്കാം. തീരദേശ സമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായിട്ട് കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങൾ
സസ്യജാലങ്ങളെക്കാൾ കൂടുതലായിട്ട് തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് കണ്ടൽക്കാടുകൾ തീരത്തിന്റെ ശ്വാസകോശം. കണ്ടൽക്കാടുകളെ കുറിച്ച് നോക്കാം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായിട്ട് വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏത് മേഖലകളിലാണ് വളരുന്നത്? ഉഷ്ണമേഖലാ തീരങ്ങളിലാണ്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായിട്ട് വളരുന്ന ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് ഏതെന്ന് പറയുന്നത്? കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം എത്ര കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ട്? അത് 380 കിലോമീറ്ററോളമാണ്. അപ്പൊ ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾക്ക് ഉദാഹരണമാണ്. കണ്ടലുകൾ വിവിധ ഇന മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രം കൂടിയാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രം കൂടിയാണ്. കണ്ടൽക്കാടുകൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഏതെന്ന് പറയുന്നത്? കണ്ടലുകൾ എന്ന് പറയുന്നത്. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ എന്നറിയപ്പെടുന്നത്. ഇനി കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 26 അപ്പൊ ഇത് ഏത് മേഖലയിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? അത് ഉഷ്ണമേഖലാ തീരങ്ങളിലാണ് സാധാരണയായിട്ട് വളരുന്നത്. 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ട്. ഇനി ഇന്ത്യയിലെ പ്രധാന കണ്ടൽക്കാടുകൾ ഏതാണെന്ന് വെച്ചാൽ അത് പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗ ഡെൽറ്റ പ്രദേശമായ സുന്ദർബനാണ്. ഇതെന്ന് പറയുന്നത് വിവിധയിന മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രം കൂടിയാണ്. പിന്നീട് എന്താണ്? ചുഴലിക്കാറ്റ്, സുനാമി പോലെയുള്ള തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കണ്ടൽക്കാടുകൾ എന്താണ്? തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അത് ജൂലൈ 26 ഇനി തീരദേശങ്ങളിലെ ധാതു നിക്ഷേപത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം ലോഹ അലോഹ ധാതുക്കളുടെ നിക്ഷേപം കാണപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത്. ഇവ കൂടാതെ എന്താണ്? ആണവ ഇന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലെയുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നുണ്ട്. യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലെയുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നുണ്ട്. ഇനി കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് കരിമണൽ നിക്ഷേപമുള്ളത്? പ്രധാനമായിട്ടും കൊല്ലം ജില്ലയിലെ ചവറ, ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരപ്രദേശങ്ങളിലും എന്ത് കാണപ്പെടാറുണ്ട്? കരിമണൽ നിക്ഷേപമുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രധാന ധാതു നിക്ഷേപം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത്. കരിമണൽ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും കാണപ്പെടാറുണ്ട്. ഇനി തീരദേശങ്ങളിലെ ജനസംഖ്യയും ജനജീവിതവുമാണ് നോക്കാൻ പോകുന്നത്. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യയിലെ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ്? ജനസംഖ്യയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും എന്താണ്? അനുകൂലമാണ്. ഇവിടെ ധാരാളം ജനസാന്ദ്രതയും ജനനിബിഡവുമാണ്. മിതമായിട്ടുള്ള കാലാവസ്ഥ കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായിട്ടുള്ള സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ ജനങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്? മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. പിന്നീട് കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായിട്ടുള്ള സമതല ഭൂപ്രകൃതിയാണ്.
പിന്നീട് എന്താണ് കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകളുണ്ട്. ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് തീരസമതലത്തെ കൂടുതലും ജനനിബിഡമാക്കുന്നത്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു മൂന്നും, അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത തീരസമതലങ്ങളിലാണ് വികസിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ ബാക്കി മൂന്ന്, അതായത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഈ ഇവിടെ ഈ നഗരങ്ങളൊക്കെ എന്താണ് തീരസമതലങ്ങളിലാണ് വികസിച്ച് വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ലക്ഷദ്വീപ്. അപ്പം ജനസാന്ദ്രത കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ലക്ഷദ്വീപ്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവായിരിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എന്താണ് ജനസാന്ദ്രത കുറവാണ്. ലക്ഷദ്വീപില് ജനസാന്ദ്രത കൂടുതൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവുമാണ്. ഇനി ഇവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും തീരദേശത്തെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്? കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കൃഷിയാണ്, മത്സ്യബന്ധനം, ഇതായിരിക്കും പ്രധാനമായിട്ടും തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കൂടാതെ എന്താണ് വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരപ്രദേശത്ത് കാണപ്പെടാറുണ്ട്. ഏതൊക്കെയാണ്? ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. പിന്നീട് വിനോദസഞ്ചാരം ഇവിടുത്തെ പ്രധാന തൊഴിൽ മേഖലയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമായിട്ട് കണക്കാക്കാം. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? തുറമുഖങ്ങളാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. അപ്പൊ ഇവിടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് കൃഷി, മത്സ്യബന്ധനം, പിന്നീട് പറയുന്നത് എന്താണ് വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങള്, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം, പിന്നീട് പറയുന്നത് എന്താണ് വിനോദസഞ്ചാരം. ഇതൊക്കെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. പിന്നീട് തുറമുഖങ്ങള് പ്രധാന സാമ്പത്തിക പ്രവർത്തനമായിട്ട് കണക്കാക്കുന്നുണ്ട്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും എന്താണ് തുറമുഖങ്ങള് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയായിരിക്കും തീരദേശങ്ങള് പ്രധാനമായിട്ടും നേട്ടങ്ങളാണ്, എന്നാലും ഇവിടെ പ്രധാന വെല്ലുവിളികളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മനുഷ്യവാസത്തിന് അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങിയ നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ് പ്രധാന തീരദേശ ജനത നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. പിന്നീട് എന്താണ്? ആഗോള കാലാവസ്ഥ മാറ്റത്തിന്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമെല്ലാം തീരദേശ ജനജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായി തീരുന്നുണ്ട്. ഇപ്പൊ എന്താണ്? ഇവിടെ അനുകൂല കാലാവസ്ഥയാണെങ്കിലും ചില വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ്? സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമെല്ലാം തീരദേശ ജനജീവിതം പ്രതിസന്ധി നിറഞ്ഞതാക്കുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട തീരദേശങ്ങളിൽ വളരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വേണ്ട മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും തീരദേശ ജനതയുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തീരദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുന്നതിനും അതിന്റെ പ്രയോജനം തദ്ദേശീയ ജനതയ്ക്ക് ലഭിക്കുന്നതിനും ഉതകും വിധമുള്ള വിഭവങ്ങളും ആസൂത്രണവും സംരക്ഷണവും അനിവാര്യമായിട്ടുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നാം ഓരോരുത്തരും കൈകോർക്കുമ്പോഴാണ് സുസ്ഥിര വികസനം സാധ്യമാക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.